ഇക്കഴിഞ്ഞ തിരുവോണത്തിന്റെ തലേന്ന് രാത്രിയാണ് ചെറുവത്തൂർ സ്വദേശിയായ മനോജിന് ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അപകടം സംഭവിക്കുന്നത്. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ഒരു അനാസ്ഥയാണ് ഇത്തരത്തിൽ വലിയ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ മനോജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണെന്ന് ശരിക്കും സംഭവിച്ചത്? ഉത്രാടത്തിൻ്റെ അന്ന് ഒരു രാത്രി ഒരു 9 മണിയോടുകൂടി റോഡ് സൈഡിൽ കൂടെ നടന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. റോഡിൻ്റെ തൊട്ട് അടുത്ത് തന്നെ വാട്ടർ അതോറിറ്റിയുടെ ഒരു കൺട്രോൾ വാൾവ് ഉണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ ഒരു അടപ്പുണ്ടായിരുന്നു. അത് ഇരുട്ടത് നടന്നു വരുമ്പം കാൽ തെന്നിയിട്ട് അതിലേക്ക് വീഴുകയും അതിൻ്റെ വാൾവിൻ്റെ ഇരുമ്പ് ഭാഗം കാലിൽ തറച്ച് കയറി നമ്മുടെ പ്രധാനപ്പെട്ട ഞരമ്പുകൾക്കും എല്ലിനും സാരമായ പരിക്കേൽക്കുകയുണ്ടായത്. മംഗലാപുരം യൂണിറ്റി ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സയിൽ ഇതുവരെ. അതിന് എത്ര തുന്നലുണ്ട് ഇപ്പം നിലവിൽ? 10-14 തുന്നോളം ഉണ്ടെന്നാണ് ഡോക്ടർ എന്നോട് സൂചിപ്പിച്ചത്. കൂടാണ്ട് ഒരു മാംസഭാഗം അടർന്നു പോയതുകൊണ്ട് ആ ഭാഗത്ത് നമ്മുടെ സ്കിന്ന് മറ്റു ഭാഗങ്ങളിൽ എടുത്ത് വെച്ച് ചെയ്യണമെന്ന് ഡോക്ടർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോലിക്ക് പോലും നീണ്ടകാലം പോകാൻ പറ്റാത്തൊരവസ്ഥയല്ലേ? അത് കുറച്ചു കാലം റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു അപകടം സംഭവിച്ചതിന് ശേഷം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് താങ്കളെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ കുഴി മൂടാനുള്ള നടപടികൾ എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? വാട്ടർ അതോറിറ്റിയെ നാട്ടുകാരും എൻ്റെ കുടുംബക്കാരും ഇക്കാര്യം അറിയിച്ചിട്ടും അവരാരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു അന്വേഷണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇത് വാട്ടർ അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതിന് ഒരടപ്പ് വെക്കേണ്ടത് അവരുടെ കടമയാണ്. ഇത് മുൻപും പിന്നെ കന്നുകാലികളും മറ്റും അങ്ങനെ വീണ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ ഈ കാര്യം ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. പരാതിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം? ഇത് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. ഇനി ഇങ്ങനത്തെ ഒരു അപകടം ആർക്കും സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ. ഇത്തരത്തിൽ നീണ്ട കാലത്തോളം കിടപ്പിലാവുന്ന ഒരു രീതിയിലേക്കുള്ള പരിക്ക് അദ്ദേഹത്തിനുണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞരമ്പുകൾക്ക് വലിയ തോതിൽ പരിക്കേൽക്കുന്ന ഒരവസ്ഥ വരുന്നു. ശരീരത്തിലെ മാംസത്തിൻ്റെ ഭാഗം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. മുൻപും പലതവണയായി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയതാണ്. എന്നാൽ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടാവാത്തതാണ് ഇപ്പോൾ ഇത്രത്തോളം വലിയ ഒരു അപകടം ഉണ്ടാകുന്നതിന് പ്രധാന കാരണമായി മാറിയത്. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.